രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് അഷ്ടപതി 99ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ പ്രാണസഖിയായ രാധ, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ, അത് നിരവധി ഗവേഷണങ്ങൾ നടത്തി അവതരിപ്പിക്കുകയാണ്. രാധാറാണിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ അത് കാണുക. നിങ്ങൾ ഇപ്പം ഞാൻ അവതരിപ്പിക്കുന്നത് തൊട്ടത് കാണുക, സമയമുള്ളപ്പോൾ പ്ലേലിസ്റ്റിൽ നിന്നെടുത്ത് ബാക്കി കാണുക. അതേ കണക്ക് തന്നെ എല്ലാ ഓഗസ്റ്റ് 6 മുതൽ എല്ലാ ബുധനാഴ്ചയും ഉപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. മരണത്തിൻ്റെ രഹസ്യം, ആത്മാവിൻ്റെ രഹസ്യം, മരിച്ചു കഴിഞ്ഞ ആത്മാവിന് നാശം സംഭവിക്കുമോ ഇല്ലയോ, ഇത് തലനാരിഴ കീറി പരിശോധിക്കുന്ന നമ്മളുടെ സ്വന്തമെന്ന് പറയുന്ന വില പിടിച്ച പ്രപഞ്ചത്തിലെ ഒരേ ഒരു പുസ്തകമാണ് കഠോപനിഷത്ത്. അത് നമ്മൾ പഠിക്കുകയാണ്. വ്യാഴാഴ്ച നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ്സും, മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വെള്ളിയാഴ്ച ധർമ്മപദത്തിൻ്റെ ക്ലാസ്സുമാണ്. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കേൾക്കുക. പിന്നെ കൊല്ലത്താണ് ഞാൻ. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും എല്ലാം, പുരുഷന്മാർക്ക് സ്ത്രീകൾക്കെല്ലാം പ്രത്യേകം ഉണ്ട്. നിരവധി പേര് ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 9645333999 എന്ന എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട്. അവിടുന്ന് തന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യം ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. അതേ കണക്ക് സോൾമേറ്റ് എന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ സോൾമേറ്റ് അറിയാൻ വേണ്ടി ജാതകപ്പൊരുത്തം നോക്കാൻ അയച്ചവരുണ്ട്. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 100ൽ പരം ജാതകം കിടക്കുകയാണ്. ആദ്യം വന്നവർക്ക് ഞാൻ ആദ്യം നോക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടേതും നിശ്ചയമായും ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവ എന്നൊരു ഹെഡിങ് ഉണ്ട് പ്ലേലിസ്റ്റിൽ, നിങ്ങൾ അത് കേൾക്കണം. ഭട്ടമീര കേൾക്കണം. ക്ഷേത്രങ്ങളെക്കുറിച്ചൊരു പ്രത്യേക വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോയും നിങ്ങളെല്ലാവരും കേൾക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ.
ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാരി വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പൊ നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ് ആരംഭിക്കാം. ആദ്യമായിട്ട് ഇന്ന് നമ്മൾ അഷ്ടപതി 19ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ വന്ദന ശ്ലോകം നിങ്ങൾക്ക് പാടിത്തരുന്നത് നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞ കൃഷ്ണപ്രിയ. ഓർമ്മിക്കുക, കൃഷ്ണപ്രിയ. രാധികാ കവചം, 2 രാധികാ കവചമുണ്ട്. അത് രണ്ടും ചൊല്ലിയാലേ ഫലം കിട്ടത്തുള്ളൂ. അതേ കണക്ക് കൃഷ്ണപ്രിയയുടെ രാധാ സഹസ്രനാമവും ഉണ്ട്. അപ്പോൾ ഈ 2 രാധികാ കവചവും നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ അത് കേൾക്കണം. അതിൻ്റെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്, കൃഷ്ണപ്രിയ പാടിയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അഷ്ടപതി 19ാം അധ്യായം വന്ദന ശ്ലോകം നമുക്ക് പാടി തന്നിരിക്കുന്നത് നിങ്ങളുടെ മനം കവർന്ന, നിങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരിയായ കൃഷ്ണനും രാധാറാണിയും വിരൽ തൊട്ട് അനുഗ്രഹിച്ച കൃഷ്ണപ്രിയ. അത്രാന്തരേ മസൃണരോഷവശാദസീമ നിശ്വാസ നിസ്സഹമുഖീ സുമുഖീമുപേത്യ സവ്രീളവീക്ഷിതസഖീ വദനാം ദിനാന്തേ സാനന്ദഗൽഗതപദം ഹരിരിത്യുവാച. അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ കൃഷ്ണപ്രിയ പാടിയ അഷ്ടപതി വീഡിയോ ഉണ്ടല്ലോ, ആ അഷ്ടപതി വീഡിയോ ഇന്ന് കൃഷ്ണപ്രിയ പാടുന്ന 2 വീഡിയോയും അത് നിർമ്മിച്ചു തന്നത് ആശയാണ്. UK-യിലുള്ള ആശയാണ് ഈ വീഡിയോ നിർമ്മിച്ചത്. എനിക്കെല്ലാം കൂടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആശയോട് ചോദിച്ചു. അപ്പോൾ ആശ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു. അപ്പോൾ ആശയ്ക്ക് രാധേ രാധേ ചാനലിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് അതിമനോഹരമായി പാടിയിരിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായും നിങ്ങൾ കാണണം. കൃഷ്ണൻ്റെ അമ്പലത്തിലല്ലാതെ മറ്റൊരു ക്ഷേത്രത്തിലും പോകാതിരുന്ന ഞാൻ എങ്ങനെയാണ് രാധാഭക്തനായി മാറിയത്. അപ്പോൾ അത് നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ കേട്ടിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ അഷ്ടപതി അടുത്ത പ്രാവശ്യം 100ാമത്തെ എപ്പിസോഡ് തികയ്ക്കുകയാണ്. അപ്പോൾ അഷ്ടപതിയെക്കുറിച്ച് നിരവധി പേര് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുകയാണ്. അഷ്ടപതി കാണുന്ന പ്രേക്ഷകരെ, നിങ്ങൾ തുടക്കം തൊട്ട് കാണണമെന്നില്ല, ഇടയ്ക്ക് വെച്ചാണ് കണ്ടതെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്കത് വളരെ വിലപ്പെട്ടതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിശ്ചയമായും നമുക്ക് അഷ്ടപതിയിലെ വീഡിയോയിലൂടെയും രാധയുടെ പ്രണയത്തിലും രണ്ടിലും ഇടിഞ്ഞാൻ അതിൽ രണ്ടിലൂടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദയവ് ചെയ്ത് അഷ്ടപതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഇതാ ഇപ്പോൾ നമുക്ക് അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നത് ആരാണെന്ന് കേട്ടുകൊള്ളൂ. പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം നമ്മൾ ക്ലാസ് തുടങ്ങും. ജയശ്രീ രാധേ രാധേ. ദിലീപ് സാറിൻ്റെ അഷ്ടപതി ക്ലാസ്സും അതുപോലെ രാധയുടെ പ്രണയം എല്ലാ ആഴ്ചയും കാണാറുണ്ട്. എനിക്ക് ഈ വീഡിയോസ് കാണുന്നത് വഴി രാധാകൃഷ്ണന്മാരിൽ ഒരുപാട് ഭക്തി ഉറച്ചു. രാധാകൃഷ്ണ പ്രണയം എന്താണെന്ന് മനസ്സിലായി. രാധാജിയുടെയും കൃഷ്ണൻ്റെയും അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ വീഡിയോസ് കാണാനും കേൾക്കാനും സാധിക്കുകയുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങളുണ്ടായി. ഈ വീഡിയോസൊക്കെ ഞങ്ങളിലേക്ക് എത്തിച്ചേർന്ന ദിലീപ് സാറിന് കോടിക്കോടി നന്ദി. അതുപോലെ രാധാജിക്കും കൃഷ്ണനും കോടിക്കോടി പ്രണാമം.
രാധേ രാധേ ചാനൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. രാധേ രാധേ. രാധേ രാധേ സർ. സാറിൻ്റെ അഷ്ടപതി ക്ലാസ്സിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു അഭിപ്രായം എല്ലാവരും അയക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അഷ്ടപതി എന്ന് പറയുന്ന ഒരു വിഷയം ഇത്ര ഒരു എന്താ പറയുക വിപുലമായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാറിനല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാം ഇതിനു മുമ്പേ അഷ്ടപതി കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അഷ്ടപതിയെക്കുറിച്ച് നമുക്ക് അറിയാമായിരിക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അഷ്ടപതി എന്ന് പറയുന്നത് ഒരു ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ഒരു ജീവബ്രഹ്മ ഐക്യമാണെന്നുള്ള ആ ഒരു സത്യം അത് റിവീൽ ചെയ്ത് തന്നത് സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിലൂടെയാണ്. പിന്നെ മാത്രമല്ല, സാറിൻ്റെ ഒരു അവതരണ രീതിയും, ആ അവതരണ രീതിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാധാറാണിയുടെയായും കൃഷ്ണനായും ആ ഒരു സാറ് ചെയ്യുന്ന പോലെ മറ്റാർക്കും ഇത്ര നന്നായി അഷ്ടപതി ക്ലാസ് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അഷ്ടപതി ക്ലാസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മളിപ്പം അഷ്ടപതി ഏകദേശം 17 ഇത് കഴിഞ്ഞ് ഇപ്പോൾ 18 പോകുന്നു. 24 അഷ്ടപതികളുണ്ട്. അപ്പം ചിലപ്പം ഈ വർഷം ഫുൾ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം പകുതി വരെ പോകുമായിരിക്കാം. എനിക്കറിയില്ല എങ്ങനെയാണ് ഇനിയുള്ള പോക്കെന്ന്. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ് ഈ അഷ്ടപതിയുടെ ഒരു ഇംഗ്ലീഷ് വെർഷൻ ഇറക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എനിക്കതിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്തേനേയും. കാര്യം എന്തെന്നോ സർ, നമ്മളിപ്പം സാറിൻ്റെ ഈ അവതരണം മലയാളത്തിലായതുകൊണ്ട് മലയാളികളായ പലർക്കും നമുക്കെല്ലാം ഇതിനെക്കുറിച്ചും ഒരു അവബോധം എന്ന് വേണം പറയാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഡിവോട്ടീസ് വേറെ ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് ലാംഗ്വേജസിലുണ്ടാകാം. അതുപോലെ തന്നെ സാർ ഔട്ട്സൈഡ് ഇന്ത്യയും ഒരുപാട് ഡിവോട്ടീസ് രാധാകൃഷ്ണ ഭക്തന്മാരാണ്. അപ്പം സാറിനറിയാം, സാറ് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാറ് ട്രാൻസ്ലേറ്ററായിട്ട് പോയിട്ടുണ്ട് ഏതോ ഒരു മാതാജിയുടെ ക്ലാസ്സിൽ. എനിക്കറിയില്ല, സാറ് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാധാറാണി സാറിനെ കൊണ്ട് ഇംഗ്ലീഷിൽ ഈ ഒരു അവതരണം ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നോളജ് അല്ലെങ്കിൽ ഈ ഒരു ഇത് ലോകം മുഴുവനുള്ള ആളുകളിലേക്ക് എത്തില്ലേ? അപ്പോൾ അവർക്കും ഈ അഷ്ടപതി കൂടുതൽ വായിക്കാനും പഠിക്കാനും പാടാനും ഉള്ളൊരു അവസരം ഉണ്ടാകില്ലേ? അപ്പോൾ ലോകം മുഴുവൻ അഷ്ടപതി വായിച്ചു തുടങ്ങില്ലേ, അല്ലെങ്കിൽ പാടി തുടങ്ങില്ലേ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ രാധാറാണിയുടെ അനുഗ്രഹം എല്ലാവർക്കും, നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ടാകട്ടെ. രാധേ രാധേ സാർ. അപ്പോൾ അഷ്ടപതിയെക്കുറിച്ച് റുമാനിയയിൽ നിന്നുള്ള ലക്ഷ്മി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഒരു കാര്യം കൂടി പറയട്ടെ. ലക്ഷ്മി പറഞ്ഞിരിക്കുന്നതിനെ ഞാൻ മുഖവിലക്കെടുക്കുന്നു. നമ്മുടെ അഷ്ടപതി അധികം താമസിയാതെ ഇംഗ്ലീഷിൽ ആരംഭിക്കുന്നതായിരിക്കും. ഞാൻ ലക്ഷ്മിക്ക് വാക്ക് തരികയാണ്. ലക്ഷ്മി, നമ്മുടെ അഷ്ടപതി എന്താണ് ഉറപ്പായിട്ടും ഇംഗ്ലീഷിൽ ആരംഭിച്ചിരിക്കും. ഇത് തീരുന്നത് വരെ കാത്തിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മുടെ അഷ്ടപതി തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇംഗ്ലീഷിൽ അഷ്ടപതി തുടങ്ങുന്നതായിരിക്കും എന്നും കൂടെ ഞാൻ അറിയിക്കുന്നു. ഇനി നമുക്ക് ഇത് തുടങ്ങാം. അത്രാന്തരേ മസൃണരോഷവശാദ സീമ നിശ്വാസ നിസ്സഹമുഖീം സുമുഖീമുപേത്യ സവ്രീള വീക്ഷിത സഖീവദനാം ദിനാനോ സാനന്ദ ഗദ്ഗദപദം ഹരിരിത്യുവാച. ഒന്നും കൂടെ ഞാൻ നിർത്തി പറഞ്ഞു തരാം. അത്രാന്തരേ മസൃണ രോഷ വശാദ സീമ നിശ്വാസ നിസ്സഹമുഖീം സുമുഖീ മുപേത്യ സവ്രീള വീക്ഷിത സഖീവദനാം ദിനാന്തേ സാനന്ദ ഗദ്ഗദപദം ഹരിരിത്യുവാച. അർത്ഥം എഴുതിക്കോ. അത്രാന്തരേ അതിനിടയിൽ, അത്രാന്തരേ അതിനിടയിൽ, മസൃണ രോഷം
അർത്ഥം കോപം കുറഞ്ഞവൾ, കോപം കുറഞ്ഞവൾ. ഇനി മസൃണം സമം മൃദുവായ, സോഫ്റ്റ്. മസൃണം മൃദുവായ. മസൃണം എന്ന് ഒറ്റയ്ക്കെടുത്താൽ മൃദുവായ. മസൃണ രോഷം എന്ന് പറഞ്ഞാൽ കോപം കുറഞ്ഞവൾ. അസീമ, അസീമ അതിരിറ്റ, അതിരറ്റ. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് അത് ചേർത്ത് എഴുതുമ്പോൾ ദേവശാദ സീമ എന്നാ കിടക്കുന്നത്. ദേവശാദ സീമ. ശരിക്കും ആ വാക്ക് അസീമ എന്നതാണ്. ചേർത്തെഴുതുമ്പോഴാണ് പുസ്തകത്തിൽ ദേവശാദ സീമ എന്ന് പറയുന്നത്. അസീമ എന്ന് പറഞ്ഞാൽ അതിരറ്റ, അളവുകളില്ലാത്ത എന്നാണ് അർത്ഥം. അതിരറ്റ. നിസ്സഹമുഖീം അർത്ഥം ദയനീയമായ മുഖത്തോടു കൂടിയവൾ. നിസ്സഹമുഖീം അർത്ഥം ദയനീയമായ മുഖത്തോടു കൂടിയവൾ. സുമുഖി, സുമുഖി സുന്ദരമായ മുഖമുള്ളവൾ. സുമുഖി സുന്ദരമായ മുഖമുള്ളവൾ. ഉപേത്യ, ഉപേത്യ എത്തിയിട്ട്, ഉപേത്യ എത്തിയിട്ട്. സവ്രീള, സവ്രീള ലജ്ജയോടുകൂടി, സവ്രീള ലജ്ജയോടു കൂടിയവൾ. വീക്ഷിത, വീക്ഷിത നോക്കിയിട്ട്, വീക്ഷിത നോക്കിയിട്ട്. സഖീവദന, സഖീവദന കൂട്ടുകാരിയുടെ മുഖത്തേക്ക്, കൂട്ടുകാരിയുടെ മുഖത്തേക്ക്. ദിനാന്തേ, ദിനാന്തേ സന്ധ്യയ്ക്ക്. സാനന്ദ, സാനന്ദ എന്താണ്? ആനന്ദത്തിൽ. ഗദ്ഗത പദം തൊണ്ട ഇടറി സംസാരിക്കുന്നവനായി. ഗദ്ഗത പദം തൊണ്ട ഇടറി സംസാരിക്കുന്നവനായി. ഹരി കൃഷ്ണൻ. യുവാജ ഇങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം ഇതാണ്. അതിനിടയിൽ ശ്രീകൃഷ്ണൻ തോഴിയുടെ ഇടപെടൽ കൊണ്ട് അല്പം കോപമടങ്ങിയവളും അധികമായ നിശ്വാസത്താൽ ദയനീയമായ മുഖഭാവത്തോടു കൂടിയവളും ലജ്ജാപൂർവം തോഴിയുടെ മുഖത്തേക്ക് നോക്കുന്നവളും സുന്ദരിയുമായ രാധയുടെ അരികിൽ സന്ധ്യാവേളയിൽ എത്തിച്ചേർന്നിട്ട് ആനന്ദത്താൽ തൊണ്ട ഇടറിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പൊ തോഴി ഇടപെട്ടു. തോഴി ഇടപെട്ടത് കൊണ്ട് ഒരല്പം കോപമടങ്ങി. കോപമടങ്ങി അങ്ങനെ നിശ്വാസം ഉതിർത്തുകൊണ്ടിരിക്കുകയാണ് രാധാജി. ആ രാധാജിയുടെ അടുക്കലേക്ക് ആരെത്തിച്ചേരുന്നു? ശ്രീകൃഷ്ണൻ ഗദ്ഗത കണ്ഠനായി തൊണ്ട ഇടറിക്കൊണ്ട് എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. അതായത് രാധാറാണിയുടെ സഖി കഴിവിൻ്റെ പരമാവധി കൃഷ്ണനെയും രാധാറാണിയെയും ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പല തവണ രാധാജിയോട് കോപം ഉപേക്ഷിക്കൂ എന്ന് കേണ് പറഞ്ഞു. പക്ഷേ രാധാറാണിയുടെ കോപം കുറഞ്ഞില്ല എന്ന് മാത്രവുമല്ല, പലപ്പോഴും കൂടി വരികയും ചെയ്തു. അപ്പോഴേക്കും നേരം സന്ധ്യയായി മാറിയിരിക്കുന്നു. താമരപ്പൂ പോലെ ശോഭിക്കുന്ന രാധാറാണിയുടെ മുഖം നിരാശ കൊണ്ടങ്ങ് വാടി. വേർപാടിൻ്റെ വേദന ആ മുഖത്തിങ്ങനെ പ്രതിഫലിച്ചു. കൃഷ്ണനെ കാണാത്ത വിഷമം കൊണ്ട് രാധാറാണി ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ്. അപ്പോൾ എന്തു ചെയ്തു? തൻ്റെ സ്വാമിനിയായ രാധാറാണിയുടെ കോപം ശമിപ്പിക്കാൻ പല ഒരു ശ്രമിച്ച് പരാജയപ്പെട്ട തോഴി നിശബ്ദയായി തീർന്നു. പിന്നീട് തോഴി ഒന്നും രാധാറാണിയുടെ അടുത്ത് പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ രാധാറാണി ആകെ ആശയക്കുഴപ്പത്തിലായി. എന്നിട്ട് രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനുമായി അടുത്താ കൊള്ളാമെന്നൊരാഗ്രഹം വന്നു. പക്ഷേ ഇത്രയും നേരം തോഴി പറഞ്ഞു തൊട്ട് കേട്ടില്ല. കൃഷ്ണൻ വന്നപ്പോൾ കൃഷ്ണനെയും അടിച്ചോടിച്ചു. ഒരൽപ്പം നാണത്തോടെയും ഒരൽപ്പം ചമ്മലോടെയും രാധാറാണി സഖിയുടെ മുഖത്തേക്ക് നോക്കി. അല്പം മുമ്പ് വരെ കൃഷ്ണനെ പുച്ഛിച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ മനസ്സ് മാറ്റിയിട്ട് കൃഷ്ണൻ കൂടെ വേണമെന്ന് പറയും. ഇതാണിപ്പോൾ രാധാറാണിയുടെ പ്രശ്നം. ഇപ്പം രാധാറാണിക്ക് കൃഷ്ണൻ വേണം, കൃഷ്ണൻ ഇപ്പം തൻ്റെ അടുത്തെത്തണം. പക്ഷേ ഇതിനി ആരോട് പറയും? ഇത്രയും നേരം സഖി നിർബന്ധിച്ചിട്ട് രാധാറാണി വഴങ്ങിയില്ല. അവസാനം സഖി നിശബ്ദയായി. കൃഷ്ണൻ അടുത്ത് വന്നിട്ട്
കോപത്തോടെ വാക്കുകൾ പറഞ്ഞ് കൃഷ്ണനെ ആട്ടി ഓടിച്ചു. അപ്പൊ ഇത്രയും നേരം കിടന്ന് ഉപദേശിച്ച സഖിയുടെ അടുത്ത് ഇനി അങ്ങോട്ട് ചെന്ന് എന്നാ പിന്നെ നീ ചെന്നൊന്ന് വിളിച്ചോണ്ട് വാ എന്നെങ്ങനെ പറയും? 2, കൃഷ്ണൻ വന്നു, കൃഷ്ണനെ പുച്ഛിച്ചും ആട്ടിയും ഓടിച്ചു, വഴക്ക് പറഞ്ഞു ഓടിച്ചു. ആ കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് ഇനിയിപ്പോൾ സാരമില്ല വാ എന്നെങ്ങനെ പറയും? അങ്ങനെ രാധാറാണി ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാവുകയും താമരപ്പൂ പോലെ മനോഹരമായ രാധാറാണിയുടെ മുഖമങ്ങ് വാടുകയും ചെയ്തു. പക്ഷേ നേരം സന്ധ്യയായപ്പോൾ, അതല്ലേ യഥാർത്ഥ പ്രണയിതാക്കൾക്ക് പരസ്പരം മനസ്സ് വായിക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഒരു പെണ്ണുമായി ഗാഠമായ സ്നേഹത്തിലാണെന്നിരിക്കട്ടെ. ഗാഠമായ സ്നേഹമാണെങ്കിൽ അവളുടെ മനസ്സ് ഒന്ന് ദുഃഖിച്ചാൽ എൻ്റെ മനസ്സും ദുഃഖിക്കും. എനിക്കത് അറിയാൻ പറ്റും. അവളുടെ മനസ്സിൽ എന്താണ് വരുന്നത് ആ സമയം അത് ആർക്ക് വന്നിരിക്കും? എനിക്ക് വന്നിരിക്കും. അപ്പൊ സന്ധ്യയായപ്പോൾ കൃഷ്ണന്റെ മനസ്സിൽ ഒരു ഉൾവിളി, രാധയ്ക്ക് പശ്ചാത്താപം വന്നു കാണണം. അതാണ് യഥാർത്ഥ കാമുകി കാമുകന്മാരുടെ ബന്ധം. നമ്മളെ ഇവിടെ പലരും പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയെ. ഒരു പെണ്ണ് വിളിച്ചിട്ട് കാമുകൻ്റെ അടുത്ത് പറയും എനിക്ക് ഭയങ്കര വിഷമം. ഉടനെ കാമുകൻ ചുമ്മാതടിക്കും, ആണാടേ എനിക്കത് തോന്നിയിടേ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ വിഷമാടേ, ഉടനെ അങ്ങോട്ട് അടിക്കും. നമ്മുടെ ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ്. ഇത് പറ്റിപ്പ്. അത് കണക്കത്തെ പറ്റിപ്പല്ല കൃഷ്ണൻ്റെയും രാധയുടെയും കാര്യമെന്ന് പറയുന്നത്. ട്രൂ ലവിൽ നമുക്കത് ഫീൽ ചെയ്യും. അപ്പം സന്ധ്യയായപ്പോൾ കൃഷ്ണന് ഒരു തോന്നൽ, ഒരു ഉൾവിളി, രാധയ്ക്ക് പശ്ചാത്താപം വന്ന് കാണും, അവൾക്ക് എന്നെ കാണണമെന്ന ആഗ്രഹം വന്ന് കാണും, അവളുടെ അടുക്കലേക്ക് പോയാലോ? അപ്പൊ കൃഷ്ണന് പിന്നെയും ഭഗവാനേ, അവൾ അടുക്കലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൾ നിർത്തിപ്പൊരിച്ചു കളയും. അവൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കൃഷ്ണനൊന്ന് പെട്ടു, പോണോ പോണ്ടേ? കൃഷ്ണന്റെ മനസ്സിന്റെ ഒരു പകുതി രാധാറാണി പശ്ചാത്താപ വിവശയായിട്ടിരിക്കുകയാണ്. നീ ചെല്ല് കൃഷ്ണ. മറുപകുതി ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ചെന്ന് കഴിഞ്ഞ് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ വിധം മാറും, ഇവളെന്നെ നിർത്തിപ്പൊരിച്ചു കളയും, എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയാൻ പറ്റില്ല. ആകപ്പാടെ കൃഷ്ണനും ഒരു കൺഫ്യൂഷൻ. കണ്ടില്ലേ? ഒരു വശത്ത് രാധാറാണിക്ക് ആശയക്കുഴപ്പം, അതേസമയം മറുവശത്ത് കൃഷ്ണൻ ആശയക്കുഴപ്പം. ഓർമ്മിക്കുക, 2 പേര് തമ്മിൽ പ്രാണപ്രിയമാണ്, ഭയങ്കര സ്നേഹമാണ്, ട്രൂ ലവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പനി വന്നാൽ ഇവിടെ നമുക്കും ആ ടെമ്പറേച്ചർ വരും. അവർ പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തും കാരണമില്ലാതൊരു പുഞ്ചിരി വരും. ഇവിടെ രാധാറാണി പശ്ചാത്തപിച്ചത് കൃഷ്ണൻ അറിഞ്ഞിരിക്കുന്നു, ഒരു ഇൻറ്റ്യൂഷൻ പോലെ വന്നിരിക്കുന്നു. പക്ഷേ കൃഷ്ണനൊരു മടി. നമ്മളെ കണ്ടു കഴിയുമ്പോൾ ഈ സ്വഭാവമൊക്കെ അങ്ങ് മാറും. മാറിയിട്ട് എന്ത് ചെയ്യും? പുലിക്കുട്ടി പൂച്ചയുടെ പുറത്ത് ചാടി വീഴുന്ന കണക്ക് ചാടി വീണ് കളയും. അവസാനം കൃഷ്ണൻ വിചാരിച്ചു, എനിക്ക് എൻ്റെ രാധയെ കാണാതിരിക്കാൻ പറ്റത്തില്ല, എനിക്കിനി സഹിക്കാൻ വയ്യ, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ വയ്യ, എനിക്ക് രാധയില്ലാതെ പറ്റില്ല. അവൾ എന്നെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ കുറ്റപ്പെടുത്തട്ടെ, അവൾ എന്നെ ഉപദ്രവിക്കുന്നെങ്കിൽ ഉപദ്രവിക്കട്ടെ, ഞാൻ പോവുകയാണ്, ഞാൻ എൻ്റെ രാധയുടെ അടുക്കലേക്ക് ഞാൻ പോവുക, എന്തും സംഭവിക്കട്ടെ. കൃഷ്ണൻ അവിടുന്ന് എഴുന്നേറ്റു. കൃഷ്ണൻ വിചാരിച്ചു, ഞാൻ ചെല്ലാം, അവൾ എന്നെ അങ്ങ് ശകാരിക്കുമായിരിക്കും, ഞാൻ നിശബ്ദനായി നിൽക്കാം, എന്നിട്ട് ഒടുവിൽ അവളുടെ കാൽക്കൽ വീണ് മാപ്പിരക്കാം. ഞാൻ പറയും, രാധേ എനിക്ക് വയ്യ രാധേ, എനിക്ക് നീയില്ലാതെ വയ്യ രാധേ, എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ രാധേ, അങ്ങനെ പറയാം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ രാധാറാണിയെ തേടി കൃഷ്ണൻ എത്തുകയാണ്. കൃഷ്ണനും രാധാറാണിയും കണ്ണുകളോടെ കണ്ണുകൾ നോക്കി നിന്നു. അതേ, രാധാറാണി ആഗ്രഹിച്ച ഒരു വരവാണ്. കൃഷ്ണനാകട്ടെ അല്പം ഉൾഭയമുണ്ട്. കൃഷ്ണന്റെയും രാധാജിയുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. കൃഷ്ണന്റെ കണ്ഠമിടറി. കൃഷ്ണൻ പറഞ്ഞു, ക്ഷമിക്കണേ രാധേ, ക്ഷമിക്കണേ രാധേ, എനിക്ക് നീ ഇല്ലാതെ വയ്യ രാധേ. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു, സ്വരങ്ങളൊക്കെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. രാധേ, എന്നോട് ക്ഷമിക്കൂ രാധേ. നാരായണൻ മാപ്പ് പറയുകയാണ്.
നാരായണൻ മാപ്പ് പറയുകയാണ്. നാരായണൻ മാപ്പ് പറയണമെങ്കിൽ ആരാരാധ, ആരാരാധ, അതാണ് ഇവിടെ ജയദേവ കവി കാണിക്കുന്നത്. രാധാജിയുടെ മഹത്വം എന്തെന്ന് ജയദേവ കവി നമുക്ക് ബോധ്യമാക്കി തരികയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളിലെ കിണറ്റിലെ തവളയുടെ കണക്ക് കിടക്കുകയാണ്. കിണറ്റിലെ തവളയിലെടുത്ത് അപ്പുറത്തൊരു സമുദ്രം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. ഈ ജലാശയമാണ് വലുത്. അതുപോലെ രാധയുടെ മഹത്വം അറിയാതെ മറ്റു ദൈവങ്ങളുടെ അടുക്കൽ ഓടി നടക്കുകയാണ്. അവരോട് പറയുകയാണ്, വിഡ്ഢികളെ, സാക്ഷാൽ ജയദേവ കവി പറഞ്ഞത് കണ്ടോ, നാരായണൻ മാപ്പ് ചോദിക്കുന്നു. സാധാരണക്കാരടുത്ത് നാരായണൻ ചോദിക്കുവോ മാപ്പ്? വില്ലാളി വീരൻ നാരായണൻ മാപ്പ് ചോദിക്കുക മാത്രമല്ല, നാരായണന്റെ കണ്ടമിടറുകയാണ്. കണ്ടമിടറിക്കൊണ്ട് പറഞ്ഞു, രാധേ പൊറുക്കണേ, പൊറുക്കണേ രാധേ. വദസി യതി കിഞ്ചിത് പിദന്തരുചി കൗമുദി ഹരതി ദരതി മിരമതി ഘോരം സ്ഫുരദധര ശീതവേ തവ വദന ചന്ദ്രമാരോജയതി ലോചന ചകോരം പ്രിയേ ചാരുശീലേ മുഞ്ചമയി മാനമനിദാനം സപതി മദനാനലോ ദഹതി മമ മാനസം ദേഹി മുഖകമലമധു പാനം പ്രിയേ ചാരുശീലേ മുഞ്ചമയി മാനമനിദാനം. നമ്മുടെ കൃഷ്ണപ്രിയ അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നോക്കേ, വദസി യദി കിഞ്ചിതബി, കണ്ടോ, വദസി യദി കിഞ്ചിതബി ദന്തരുചി കൗമുദി ഹരതി ദരതിമിരം ആധിഘോരം സ്ഫുരധര ശീതവേ തവ വദന ചന്ദ്രമാരോചയതി ചന്ദ്രമാരോചയതി ലോചന ചകോരം പ്രിയേ ചാരുശീലേ മുഞ്ചമയി മാനമനിദാനം സപതി മദനാനലോ ദുഹതി മമ മാനസം ദേഹി മുഖകമല മധുപാനം. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, ഇത് നമ്മുടെ കൃഷ്ണപ്രിയ നന്നായി നിങ്ങൾക്ക് പാടി തന്നു കഴിഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോളൂ. അർത്ഥം എഴുതിക്കോ. വദസി അർത്ഥം പറഞ്ഞിരുന്നെങ്കിൽ, വദസി പറഞ്ഞിരുന്നെങ്കിൽ. യതി കിഞ്ചിതബി അർത്ഥം നീ എന്തെങ്കിലും. അപ്പോൾ വദസി യതി കിഞ്ചിതബി എന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ യതി കിഞ്ചിതബി നീ എന്തെങ്കിലും. ദന്തരുചി അർത്ഥം പല്ലുകളുടെ ഭംഗി. ഇവിടെ രുചിക്ക് ഭംഗി എന്നാണ് അർത്ഥം. ദന്തരുചി. കൗമുദി, കൗമുദി നിലാവ്, കൗമുദി നിലാവ്. ഹരതി, ഹരതി ഇല്ലാതെയാക്കുമായിരുന്നു, ഹരതി ഇല്ലാതെയാക്കുമായിരുന്നു. ദരതിമിരം അർത്ഥം ഭയങ്കരമായ ഇരുട്ട്. ദരതിമിരം അർത്ഥം ഭയങ്കരമായ ഇരുട്ട്. അതിഘോരം അർത്ഥം ഭയങ്കരം, അതിഘോരം അർത്ഥം ഭയങ്കരം. സ്ഫുരത് അർത്ഥം വിറയ്ക്കുന്ന, സ്ഫുരത് അർത്ഥം വിറയ്ക്കുന്ന. അധരശീധു ചുണ്ടാകുന്ന മദ്യം, അധരം ചുണ്ട്, അധരശീധു ചുണ്ടാകുന്ന മദ്യം. വദനം മുഖം, വദനം അർത്ഥം മുഖം. വദന ചന്ദ്രമ അർത്ഥം മുഖമാകുന്ന ചന്ദ്രൻ, വദന ചന്ദ്രമ അർത്ഥം മുഖമാകുന്ന ചന്ദ്രൻ. രോചയതി
രോചയതി കൊതിക്കുന്നത്, കൊതിക്കുന്നത്. അടുത്തത് ലോചനം, ലോചനം കണ്ണ്, ലോചനം കണ്ണ്. ചകോരം, ചകോരം ഒരു പക്ഷി എന്ന് എഴുതിയാൽ മതി. ചകോരം ഒരു പക്ഷി. എന്നിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ എഴുതി വെച്ചോളൂ. ഒരു പക്ഷി ചന്ദ്രൻ്റെ നിലാവ് കുടിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ എഴുതിയോ? ചന്ദ്രൻ്റെ നിലാവ് കുടിച്ച് ജീവിക്കുന്ന പക്ഷി. ഒരു സാങ്കല്പിക പക്ഷിയാണ്. ചന്ദ്രൻ്റെ നിലാവ് കുടിച്ച് ജീവിക്കുന്ന പക്ഷി. ഇത് ചന്ദ്രൻ്റെ വരവും കാത്തിരിക്കും. പ്രത്യേകിച്ചും പൂർണ്ണ ചന്ദ്രൻ്റെ വരവ് കാത്തിരിക്കുന്ന പക്ഷിയാണ് ആരെന്ന് പറയുന്നത്? ചകോര പക്ഷി എന്ന് പറയുന്നത്. അടുത്തത് ചാരുശീല സുന്ദരി. അതാ പ്രിയേ ചാരുശീലേ, ചാരുശീല സുന്ദരി. മുഞ്ച ഉപേക്ഷിച്ചാലും, മുഞ്ച ഉപേക്ഷിച്ചാലും. മാനം അർത്ഥം ദേഷ്യം, മാനം ദേഷ്യം. മനിദാനം കാരണമില്ലാതെയുള്ള, മനിദാനം കാരണമില്ലാതെ ഉള്ള. സപതി, സപതി ഇപ്പോൾ, സപതി ഇപ്പോൾ. മദനൻ, മദനൻ കാമദേവൻ. അനല, അനല തീ, അനല തീ. ദഹതി ദഹിക്കുക, ദഹിക്കുക. മമ എൻ്റെ, മമ എൻ്റെ. ഇത് ഒരുപാട് നീളമുള്ള പദ്യം ആയതുകൊണ്ടാണ്. ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. രാധയെ, നീ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നിന്റെ പല്ലിൻ്റെ ശോഭയാകുന്ന പൂനിലാവ് അതീവ ഘോരമായ ഭയമാകുന്ന ഇരുട്ടിനെ അകറ്റുമായിരുന്നു. ശോഭിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ അധരമാകുന്ന മദ്യത്തിനു വേണ്ടി എൻ്റെ കണ്ണാകുന്ന ചകോരപ്പക്ഷി നിന്റെ മുഖമാകുന്ന ചന്ദ്രനെ നോക്കി കൊതിയോടെ ഇരിക്കുന്നു. ഏ ചാരുശീലേ, പ്രിയേ, നിന്റെ കാരണമൊന്നുമില്ലാതെയുള്ള ഈ ദുരഭിമാനം ഉപേക്ഷിച്ചാലും ഇപ്പോൾ കാമാഗ്നിയിൽ എൻ്റെ മനസ്സ് ദഹിക്കുകയാണ്. നിന്റെ മുഖമാകുന്ന താമരപുഷ്പത്തിലെ തേൻ എനിക്ക് കുടിക്കുവാനായി തന്നാലും. അല്പം വലുതാണ്. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അല്ലയോ രാധേ, നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. അങ്ങനെ സംസാരിക്കുമ്പോൾ നിന്റെ പല്ലുകൾ തിളങ്ങും. ആ പല്ലിൽ നിന്ന് വരുന്ന പൂനിലാവ് എൻ്റെ മനസ്സിൽ ഒരു ഭയമുണ്ട് രാധേ നിന്റെ അടുത്ത് വരാൻ. ആ ഭയമാകുന്ന ഇരുട്ടിൽ നിൽക്കുകയാണ്. നീ ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ ആ ഭയം മാറി എൻ്റെ മുഖവും ഒന്ന് തെളിഞ്ഞേനായിരുന്നു രാധേ. അതുപോലെ നിന്റെ അധരമാകുന്ന മദ്യത്തിനു വേണ്ടി എൻ്റെ കണ്ണാകുന്ന ചകോരപ്പക്ഷി നിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ ചകോരപ്പക്ഷികളാണ്. ചകോരപ്പക്ഷിക്ക് എപ്പോഴും ചന്ദ്രൻ്റെ നിലാവ് കുടിച്ചാലേ ജീവിക്കാൻ പറ്റൂ. അപ്പം ചകോരപ്പക്ഷി എപ്പോഴും ചന്ദ്രൻ വരുന്നത് നോക്കിയിരിക്കും. അതുപോലെ എൻ്റെ കണ്ണുകൾ നിന്റെ മുഖം നോക്കിയിരിക്കുകയാണ്. കാരണം നിന്റെ മുഖം ചന്ദ്രനെ പോലെ ശോഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിന്റെ അധരത്തിൽ നിന്ന് ചന്ദ്രരശ്മികൾ പുറത്തേക്ക് വരുന്നു. അപ്പം ചന്ദ്രരശ്മികൾ കുടിച്ചാലേ ചകോരപ്പക്ഷിക്ക് ജീവിക്കാൻ പറ്റൂ. അതുപോലെ നിന്റെ അധരത്തിൻ്റെ തേൻ കുടിച്ചാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് ചകോരപ്പക്ഷി ചന്ദ്രൻ വരുന്നതും നോക്കിയിരിക്കുന്നത് പോലെ ഞാൻ നിന്റെ മുഖത്തേക്ക് കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ എനിക്ക് പ്രിയപ്പെട്ടവളെ, സുന്ദരി, ചാരുശീലേ, നീ ഒരു കാരണവുമില്ലാതെയാണ് എന്നോട് കോപിക്കുന്നത്. ഇതൊരു ദുരഭിമാനമാണ്. ഇത് കളയണം. നോക്കൂ രാധേ, എൻ്റെ ഹൃദയം കാമമാകുന്ന അഗ്നിയിൽ ദഹിക്കുകയാണ്. നിന്റെ മുഖമാകുന്ന താമര പുഷ്പത്തിലെ തേൻ കുടിച്ചാൽ മാത്രമേ ഇനി ഈ കൃഷ്ണന് ജീവിക്കാൻ പറ്റൂ. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ രാധാറാണിയെ അനുനയിപ്പിച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സോപ്പിട്ട്. അപ്പൊ കൃഷ്ണൻ രാധാറാണിയെ നന്നായി സോപ്പിട്ട് വശത്താക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി രാധാറാണിയെ വാനോളം കൃഷ്ണൻ പുകഴ്ത്തുകയാണ്.
അതിന് കൃഷ്ണന് യാതൊരു മടിയുമില്ല. കാരണം തനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ് രാധ. രാധയുടെ സാമീപ്യമില്ലെങ്കിൽ താൻ ഒന്നുമല്ല എന്ന് കൃഷ്ണൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ കൃഷ്ണൻ പറയുക, രാധേ, നീ നിന്റെ കോപത്തെ, നിനക്കുള്ള അമർഷത്തെ ഒന്ന് ഇല്ലാതാക്കൂ. ഈ രാധയുടെ കോപത്തെയും രാധയുടെ അമർഷത്തെയും ശ്രീകൃഷ്ണ ഭഗവാൻ സ്നേഹം കൊണ്ടും പ്രശംസകൾ കൊണ്ടും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ പതുക്കെ രാധാറാണിയെ പുകഴ്ത്താൻ തുടങ്ങുകയാണ്. കൃഷ്ണൻ പറയുകയാണ്, പ്രിയപ്പെട്ടവളെ, ചാരുശീലേ, അല്ലയോ സുന്ദരി, നീ വിശിഷ്ടമായ സ്വഭാവത്തിനുടമയല്ലേ രാധേ? നിന്റെ അത്ര വൈശിഷ്ട്യമുള്ള സ്വഭാവം ഞാൻ മറ്റാർക്കും കണ്ടിട്ടില്ല രാധേ. അങ്ങനെയുള്ള രാധേ, നീ ഒരു കാരണവുമില്ലാതെയാണ് എന്നെ വേദനിപ്പിക്കുന്നത്. രാധേ, നീ അസാധാരണമായ സ്വഭാവ ഗുണങ്ങളുള്ളവളാണ്. അതുകൊണ്ട് നിന്റെ കോപം ആ സ്വഭാവ ഗുണത്തിന് ചേരത്തില്ല രാധേ. ഉപേക്ഷിക്കാതെ, ഈ കോപം ഉപേക്ഷിക്കാതെ. കാരണം നീ എത്ര നല്ലവളാ രാധേ, നിന്റെ സ്വഭാവം എത്ര നല്ലതാരാധേ. കണ്ട, കൃഷ്ണന് മധുര വാക്കുകൾ പറയാൻ ബഹുമിടുക്കനാണ്. അപ്പം നീ എത്ര നല്ലവളാ, നിന്റെ കോപം ഉപേക്ഷിക്ക്. നോക്കൂ രാധേ, നിന്റെ കോപത്തിന് ഒരടിസ്ഥാനവുമില്ല. നീ ഒരു കാര്യം അറിയണം രാധേ, നീ എന്നോട് പിണങ്ങിയ നിമിഷം മുതൽ ഞാൻ കാമാഗ്നിയിൽ വെന്ത് നീറുകയാണ്. എൻ്റെ രാധേ, സത്യത്തിൽ നീ എന്തിനാ എന്നോട് പിണങ്ങിയത്? പറഞ്ഞേ രാധ, പറ. ഞാൻ എന്തിനാ രാധേ നിന്നോട് പിണങ്ങിയത്? കൃഷ്ണൻ രാധാറാണിയോട് ചോദിക്കുകയാണ്, പറയൂ രാധേ, നീ എന്തിനാ പിണങ്ങിയത്? ഞാനേ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നീ പിണങ്ങിയതും കോപിക്കുകയും ചെയ്തത്. എന്നിട്ട് നീ ആ പെണ്ണിനെ ഇതുവരെ കണ്ടുപിടിച്ചോ രാധേ? ഇതുവരെ നീ കണ്ടുപിടിച്ചെങ്കിൽ ഏതാ ആ പെണ്ണ്? ആ പെണ്ണിന്റെ പേര് പറ. ഇത്രയും ദിവസം ഇല്ലായിരുന്നോ നിനക്ക്? ഇത്രയും തോഴിമാരില്ലായിരുന്നോ? അവരെയൊക്കെ വിട്ട് നീ അന്വേഷിച്ചു കാണുമല്ലോ. ആരാരാധേ നീ പറഞ്ഞ് ഞാൻ ഏതോ ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലാണെന്ന് പറഞ്ഞു. അതാരാന്ന് പറ, പേര് പറഞ്ഞ സമ്മതിച്ച്. നീ പിന്നെ കൃഷ്ണന്റെ അടുത്ത് മിണ്ടണ്ട രാധേ, മിണ്ടണ്ട. പക്ഷെ സത്യം പറ രാധേ, നീ കണ്ടുപിടിച്ചോ? ഇല്ല, നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല രാധേ. എന്തുകൊണ്ട്? ആളുണ്ടെങ്കിലല്ലേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല രാധേ. എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ഓരോ രോമകൂപങ്ങളും നീ മാത്രമാണ് രാധേ. പിന്നെ എങ്ങനെയാണ് നിനക്ക് അയാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നത്? അപ്പോഴിങ്ങോട്ട് നോക്കൂ രാധേ, ആളാരാണെന്ന് നീ ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോ പിന്നെ നിന്റെ ഈ ഗൗരവം ഒരടിസ്ഥാനവും ഇല്ലാത്തതാ. ഈ നിനക്ക് ശ്രമിച്ചിട്ടും ഞാൻ സ്നേഹിക്കുന്നത് ആരെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീ എന്നോട് കോപിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? നിനക്കറിയാമോ നീ എന്നെ എന്തുമാത്രം നിന്ദിച്ചുരാതെ? ആ നിമിഷം മുതലുണ്ടല്ലോ കാമദേവൻ വന്ന് എൻ്റെ മനസ്സിൽ അസഹ്യമായ വേദന നിറയ്ക്കുകയാണ്. രാധേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കോപിക്കരുതേ രാധേ, ദയവ് ചെയ്ത് നീ കോപിക്കരുതേ. രാധാറാണി കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കൃഷ്ണന്റെ ഓരോ ചലനവും കൃഷ്ണന്റെ ഓരോ ഭാവവും രാധാറാണിയുടെ ഉള്ളിൽ കുളിരു കോരിയിടുന്നുണ്ട്. പക്ഷെ ഒന്നും പ്രകടിപ്പിക്കാതെ കൃഷ്ണനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കൃഷ്ണനാകട്ടെ, കണ്ടോ, നിങ്ങൾ ആലോചിക്കുക, സാക്ഷാൽ നാരായണൻ കെഞ്ചുകയാണ്. കൃഷ്ണൻ പറയാണ്, രാധേ, ഞാനൊരു കാര്യം പറയുക, കോപിക്കരുതേ രാധേ, എന്നോട് ഒരിക്കലും കോപിക്കരുതേ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് പറയുക രാധേ. നോക്കൂ രാധേ, നിന്റെ ചുണ്ട് എന്ത് മൃദുലമാണ് രാധേ, താമരപ്പൂ പോലെ ചുമന്നിരിക്കുന്നു, പൂവിനേക്കാൾ മൃദുലമാണ്. നിന്റെ ആ ചുണ്ടുകളിൽ തേനുകളിങ്ങനെ നിറഞ്ഞിരിക്കുന്നു രാധേ. സത്യം രാധേ, നിന്റെ ചുമന്ന് തൊടുത്ത ചുണ്ടുകളിൽ തേനുകളിങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ ആ തേനുകൊന്ന് കുടിച്ചോട്ടെ രാധേ, ഞാൻ നിന്റെ അധരമൊന്ന് പാനം ചെയ്തോട്ടെ രാധേ. സത്യത്തിൽ രാധാറാണിയുടെ ഹൃദയത്തിൽ, രാധാറാണിയുടെ ശരീരത്തിൽ കുളിര് കോരുകയായിരുന്നു. ഒരു നിമിഷം അവൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയി. കൃഷ്ണൻ തൻ്റെ മുഖം കൈകൊണ്ട് കോരിയെടുത്ത് തൻ്റെ ചുണ്ടുകൾ
ഊറി ഊറി കുടിക്കുന്നത് ഒരു നിമിഷം രാധാറാണിയുടെ മനസ്സിലൂടെ മിന്നി മറഞ്ഞുപോയി. അപ്പൊ കൃഷ്ണൻ പാവം പറയുകയാണ്, എന്താ രാധേ, ഞാൻ ഒന്ന് കുടിച്ചോട്ടെ, നോക്കൂ രാധേ, എന്നിൽ തിളച്ചുയരുന്ന കാമാഗ്നി, ആ കാമദേവനാ അത് നിർമ്മിച്ചത് മദനാഗ്നിയെ, അതില്ലാതാക്കാൻ നിന്റെ ചുണ്ടിലെ തേനിന് മാത്രമേ പറ്റൂ രാധേ. രാധേ ഒന്ന് കുടിച്ചോട്ടെ രാധേ. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പ്ലീസ്, അതാണ് നമ്മുടെ ഭാഷ. ഒന്ന് കുടിച്ചോട്ടെ രാധേ. അപ്പോഴും രാധാറാണിക്ക് അനക്കമില്ല. രാധാറാണി ഉള്ളിൽ കുളിര് കോരിയിടുന്നുണ്ട്, പക്ഷേ രാധാറാണി പുറമേ ഒന്നും ഭാവിക്കുന്നില്ല. കൃഷ്ണനെ തന്നെ ഇങ്ങനെ അട്ടി മൂട്ടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അല്ല രാധേ, നീ ഇതിന്റെ പേരിൽ പിണങ്ങല്ലേ, നീ ദയവ് ചെയ്ത് പിണങ്ങല്ലേ, വേണ്ട വേണ്ട, എനിക്ക് ആദരം പാനം തരണ്ടെങ്കിൽ നീ തരണ്ട, ഞാൻ ആ തേനൊട്ട് കുടിക്കുന്നില്ല. പക്ഷെ രാധേ, നീ എന്തെങ്കിലും ഒന്ന് പറ രാധേ, നീ എന്തെങ്കിലും ഒന്ന് പറയൂ രാധേ, നീ നല്ലതോ മോശപ്പെട്ടതോ എന്തെങ്കിലും ഒന്ന് പറ രാധേ. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണമെന്നില്ല, മറിച്ച് നീ എന്നെ വെറുക്കുന്നു എന്നെങ്കിലും ഒന്ന് പറ രാധേ. ഈ നിശബ്ദത എന്നെ ഭയപ്പെടുത്തുന്നു രാധേ. എന്താ രാധേ ഇത്? നീ എന്തെങ്കിലും നിന്റെ വാ തുറന്ന് ഒന്ന് പറയൂ രാധേ. എനിക്ക് ഈ നിശബ്ദത സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ രാധ ഇങ്ങനല്ല, എൻ്റെ രാധ ഇങ്ങനെ അല്ല. എന്നെ കണ്ടാൽ വാതോരാതെ സംസാരിക്കുകയും എന്നെ വന്ന് വാരിപ്പുണരുകയും ചെയ്യുന്ന എൻ്റെ രാധ, എനിക്ക് ആ രാധയാ വേണ്ടത്. നീ എന്നെ വഴക്ക് പറ രാധേ, വേണമെങ്കിൽ നീ കൈയെടുത്ത് എന്നെ അടിക്കരാതെ, പക്ഷേ എന്നോട് മിണ്ടാതിരിക്കരുതേ രാധേ. എനിക്കിത് സഹിക്കാൻ വയ്യരാതെ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ താമര പൂമുഖം ചുവന്നു തുടുത്തേനെ. കൃഷ്ണൻ വീണ്ടും പുകഴ്ത്താൻ തുടങ്ങുകയാണ്. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ രാധേ, നിന്റെ താമര പൂമുഖം ചുവന്നു തുടുത്തേനെ. നിന്റെ പല്ലുകളിൽ നിന്ന് തിളങ്ങുന്ന ചന്ദ്രപ്രകാശം പുറത്തേക്ക് വന്നേന രാധേ. ആ ചന്ദ്രപ്രകാശമുണ്ടല്ലോ രാധേ, സത്യത്തിൽ രാധേ, എനിക്ക് നിന്റെ അടുത്ത് നിൽക്കുമ്പം ഭയമുണ്ട്. നീ എന്ത് പറയും? നീ എന്നെ ആട്ടി ഓടിക്കുമോ? അങ്ങനൊരു ഭയമുണ്ട്. സത്യത്തിൽ രാധേ, എൻ്റെ ഹൃദയം ഭയമാകുന്ന ഇരുട്ടുകൊണ്ടങ്ങനെ നിറഞ്ഞിരിക്കുക രാധേ. നീ എന്നെ വഴക്ക് പറയുമോ എന്നുള്ള ഭയമാകുന്ന ഇരുട്ട്. പക്ഷേ നീ എന്നെ വഴക്ക് പറയാൻ വേണ്ടി വാ തുറന്നാലും നിന്റെ പല്ലുകളില്ലേ രാധേ, എന്തൊരു തിളക്കമാ രാധേ ഇത്, എന്തൊരു ശോഭയാ രാധേ. ഇവിടെ വൃന്ദാവനത്തിൽ ആർക്ക് രാധേ ഇത്രയും തിളക്കമുള്ള പല്ലുകളുള്ളത്? ആ പല്ലുകളിൽ നിന്ന് ചന്ദ്രന്റെ പ്രകാശം വരിയില്ലേ, ആ പ്രകാശം എൻ്റെ ഹൃദയത്തിൽ തട്ടും രാധേ. അപ്പൊ എൻ്റെ ഹൃദയത്തിലെ ഭയം എന്ത് ചെയ്യും? അങ്ങ് ഇല്ലാതായി മാറും രാധേ. അങ്ങനെ എൻ്റെ ഹൃദയത്തിലെ ഭയം ഇല്ലാതാക്കാൻ നീ നിന്റെ പല്ലുകളിലെ ചന്ദ്രപ്രകാശത്തെ അല്പനേരം എൻ്റെ ഹൃദയത്തിലേക്ക് വിടൂ. അതിനുവേണ്ടി നീ നിന്റെ വായൊന്ന് തുറക്കൂ രാധേ. നീ എന്തെങ്കിലും ഒരു വാക്കൊന്ന് പറയൂ രാധേ. നോക്കൂ രാധേ, എൻ്റെ കണ്ണുകൾ ചകോര പക്ഷികളാണ്. എൻ്റെ കണ്ണുകളാകുന്ന ചകോര പക്ഷികൾ നിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കൊതിയോടെ ഇരിക്കുക. എന്താന്ന് പറയാവോ രാധേ? നിനക്ക് പറയാവോ? എൻ്റെ കണ്ണുകളെ ചകോര പക്ഷികളാ. എൻ്റെ കണ്ണുകള് നിന്റെ മുഖത്തേക്ക് കൊതിയോടെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ രാധേ? നോക്കൂ രാധേ, ചകോര പക്ഷിക്ക് ചന്ദ്രന്റെ നിലാവ് കുടിച്ചാലേ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ പക്ഷി മരിച്ചു പോകും. അതുകൊണ്ട് പൂർണ്ണ ചന്ദ്രൻ വരുന്നതും നോക്കി ആ പക്ഷി ഇങ്ങനെ കാത്തിരിക്കും. അതുപോലെ രാധേ, ഈ കൃഷ്ണനാകുന്ന ചകോര പക്ഷിയില്ലേ, ഈ കൃഷ്ണനാകുന്ന ചകോര പക്ഷിക്ക് നിന്റെ ഒരു നോട്ടം, നിന്റെ ഒരു കടാക്ഷം, നിന്റെ ഒരു പുഞ്ചിരി, നിന്റെ ആ അധരത്തിലെ തേനിൻ ഒരല്പം നുകരാൻ അനുവദിക്കുമ്പോൾ ആ തേൻ കുടിക്കുന്ന രുചി അതില്ലാതെ ഈ കൃഷ്ണന് ജീവിക്കാൻ പറ്റില്ല രാധേ, ജീവിക്കാൻ പറ്റില്ല രാധേ. നോക്കൂ രാധേ, നിന്റെ ചുണ്ടുകൾ ഇപ്പോൾ തന്നെ ചുവന്നു തൊടുത്തു.
അവിടെ തേൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ കണ്ണൻ ഒപ്പിയെടുത്തോളാം വയ്യ രാധേ. കൃഷ്ണ രാധാറാണിയുടെ ഹൃദയം തുടിക്കുകയാണ്. രാധാറാണി ഉള്ളിൽ പറയുന്നു, എടുക്കൂ കണ്ണാ, നീ എടുക്കൂ കണ്ണാ, ഈ അധരം വരൂ, ഈ അധരം നീ പാനം ചെയ്യൂ, നിന്റെ ചുണ്ടുകൾ എൻ്റെ അധരത്തിൽ അമർത്തൂ, നമുക്ക് പരസ്പരം ആ ചുണ്ടുകൾ ഊറി അതിൽ ലയിച്ചു നിൽക്കാൻ കണ്ണാ. നീ വന്ന് എൻ്റെ അധരത്തിലെ ആ തേനിനെ ഊറി 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 എടുക്കൻ്റെ കണ്ണാ. എൻ്റെ അനുവാദം എന്തിന് കണ്ണാ നിനക്ക് എന്ന് ഹൃദയത്തിൽ പറയുന്നു. പക്ഷെ പുറമെ ഇങ്ങനെ നിൽക്കുകയാണ്. രാധാറാണി മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ വീണ്ടും, രാധേ നോക്കൂ രാധേ, എനിക്കൊരു കാര്യം അറിയാം, നിനക്ക് എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല. പറ്റുമോ രാധേ? കൃഷ്ണനെ വേദനിപ്പിക്കാൻ നിനക്ക് പറ്റുമോ രാധേ? പറ്റത്തില്ല. കാരണം രാധേ, നീ എൻ്റെ ആത്മാവാണ്. രാധേ, നീ എൻ്റെ ആത്മാവാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ ക്ഷമ ചോദിക്കുന്നു. രാധേ, ഈ കൃഷ്ണൻ നിന്നോട് മാപ്പ് പറയുന്നു. എന്നോട് ക്ഷമിക്കൂ രാധേ, എന്നോട് ക്ഷമിക്കൂ രാധേ, എന്നോട് ക്ഷമിക്കൂ രാധേ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.